എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ DQവിന്റെ നിർമ്മാണ കമ്പനിയിൽ ഒരുങ്ങിയ ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന സിനിമ ബോക്സ് ഓഫീസിൽ ഇടിമിന്നൽ പോലെ ബോക്സ് ഓഫീസിനെ പ്രഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ലോക ചാപ്റ്റർ 1 ചന്ദ്രയുടെ ഏറ്റവും പുതിയ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രത്തിന്റെ ഉറവിട നാടായ കേരളത്തെക്കാൾ 10 മടങ്ങ് കളക്ഷൻ ലഭിച്ചിരിക്കുന്നത് ഗൾഫ് കൺട്രീസിൽ നിന്നാണ്, അതായത് GCC രാജ്യങ്ങളിൽ നിന്നാണ്. കൃത്യമായ ഡീറ്റെയിൽ ആയിട്ടുള്ള അപ്ഡേറ്റിലേക്ക് പോകാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ 50,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ലോകയുടെ ആദ്യത്തെ കേരള ദിവസത്തെ കളക്ഷൻ നോക്കുമ്പോൾ 2,70,00,000 രൂപയും, രണ്ടാം ദിവസം 3,35,00,000 രൂപയും, മൂന്നാം ദിവസം 4,65,00,000 രൂപയും, നാലാം ദിവസം 5,65,00,000 രൂപയും, അഞ്ചാം ദിവസമായ ഇന്നലെ 5,25,00,000 രൂപയാണ് ചിത്രം സ്വന്തമാക്കിയത്. അങ്ങനെ 5 ദിവസങ്ങൾ കൊണ്ട് 21,60,00,000 രൂപ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുന്ന GCC UAE അപ്ഡേറ്റ് പ്രകാരം വെറും 4 ദിവസങ്ങൾ കൊണ്ട് $3 മില്യൺ GCCയിൽ നിന്നും UAEയിൽ നിന്നും ലോക ചാപ്റ്റർ 1 സ്വന്തമാക്കിയിരിക്കുന്നത്. ഏകദേശം ഇന്ത്യൻ റുപ്പി 26 കോടിക്ക് മുകളിൽ. അതും വെറും 4 ദിവസങ്ങൾ കൊണ്ട് മാത്രമാണ് ഇത്രയുമധികം കളക്ഷൻ ആ ചിത്രം അവിടെ നേടിയെടുത്തിരിക്കുന്നത്. അതോടൊപ്പം ചിത്രത്തിന്റെ തമിഴ് പതിപ്പും തെലുങ്ക് പതിപ്പും ബോക്സ് ഓഫീസിൽ അടിപൊളിയായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ലോകയുടെ 3 ദിവസത്തെ തമിഴ് പതിപ്പിന്റെ കളക്ഷൻ റിപ്പോർട്ടുകൾ വരുമ്പോൾ ആദ്യ ദിവസം 58 ലക്ഷം രൂപ സ്വന്തമാക്കിയ ചിത്രം രണ്ടാം ദിവസം 1,32,00,000 രൂപയാണ് സ്വന്തമാക്കിയത്. ഇന്നലെ മൂന്നാം ദിവസം 90 ലക്ഷം രൂപയും സ്വന്തമാക്കി. ആദ്യ 3 ദിവസങ്ങൾ കൊണ്ട് ചിത്രത്തിന്റെ തമിഴ് പതിപ്പ് സ്വന്തമാക്കിയിരിക്കുന്നത് 2,80,00,000 രൂപയാണ്. കൂടാതെ ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പും മികച്ച രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യ ദിവസം 34 ലക്ഷം രൂപ സ്വന്തമാക്കിയ ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പ് രണ്ടാം ദിവസം 1,25,00,000 രൂപയും, മൂന്നാം ദിവസം 1,78,00,000 രൂപയും സ്വന്തമാക്കി. നാലാം ദിവസമായ ഇന്നലെ 1 കോടി മുകളിലാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത്. അതായത് 4 ദിവസങ്ങൾ കൊണ്ട് തെലുങ്ക് പതിപ്പ് മാത്രം 4,41,00,000 രൂപ സ്വന്തമാക്കിയിരിക്കുകയാണ്. ആദ്യ 5 ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ തന്നെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 80 കോടി പിന്നിട്ടിട്ടുണ്ട്. ഇന്ന് 6ാം ദിവസമാണ്. ഇന്നെന്തായാലും ചിത്രം 90 കോടി പിന്നിടുമെന്ന് ഉറപ്പാണ്. നാളത്തോടെ ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ 100 കോടിയും പിന്നിടും. ചിത്രത്തിന്റെ 6ാം ദിവസമായ ഇന്ന് ചൊവ്വാഴ്ച ഈ സമയം വരെയുള്ള കേരള ട്രാക്കിംഗ് കളക്ഷൻ നോക്കുമ്പോൾ ഇതുവരെ ട്രാക്ക് ചെയ്തിരിക്കുന്നത് 1,621 ഷോകളാണ്. ഓഡിയൻസായി ട്രാക്ക് ചെയ്തിരിക്കുന്നത് 2,27,000 പരം പ്രേക്ഷകരെയാണ്. ഓരോ ഷോയുടെയും ആവറേജ് തിയേറ്റർ ഓക്യുപ്പൻസി 58%. ഇതുവരെയുള്ള ട്രാക്കഡ് ഗ്രോസ് 3,80,00,000 രൂപയാണ്. അതായത് ചിത്രത്തിന്റെ 6ാം ദിവസവും കേരള ബോക്സ് ഓഫീസിൽ 5 കോടിക്ക് മുകളിൽ ഒരു കളക്ഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നത്തെ കളക്ഷനോട് കൂടി തന്നെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ 27 കോടി റേഞ്ചിൽ എത്താനും ഇടയാണ്. 6ാം ദിവസം ഇന്ന് ഉച്ചയോടെ 2 മണിയോടെ ബുക്ക് മൈ ഷോയിലൂടെ നോക്കുമ്പോൾ ഓരോ മണിക്കൂറിലും ചിത്രത്തിന്റെ ഭാഗത്തുനിന്നും വിറ്റുപോകുന്നത് 14,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ്. എന്തായാലും ചിത്രത്തിന്റെ 6ാം ദിവസവും ഭീകര കളക്ഷൻ നേടുന്ന ഒരു ദിവസമായിട്ട് മാറാൻ ഒരുങ്ങുകയാണ്. ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് ഉടൻ തന്നെ വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.